ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആർക്കും ഒരു ദോഷം വരുത്താതെ ആ കാര്യം ഞാൻ പരിഹരിച്ചോളാം മോളെ. നിങ്ങളുടെ ജീവിതത്തിന് ശല്യമായിട്ട് എന്ത് വന്നാലും മുത്തശ്ശിക്ക് അത് സഹിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും നമ്മുടേതുപോലെ വലിയ വലിയ തറവാടുകളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ വാർത്തയാക്കുന്ന ശീലം ചിലർക്കുണ്ടമ്മേ. അവരിതൊക്കെ ആഘോഷിക്കും. ഇതിനെ ഗാർഹിക പീഡനമെന്നാ പറയാ. ഞാനൊരു ദിവസം TV ചർച്ചയിൽ കേട്ടു, കുടുംബത്തെ ചതിച്ചിട്ടും കൂടെ നിർത്തി. ചെയ്യാവുന്ന വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു. എന്നിട്ടും കുടുംബത്തിന് നേടിത്തരുന്ന നേട്ടങ്ങൾ കണ്ടോ? നിങ്ങൾ രണ്ടുപേരും കുറ്റവാളികളാണെന്ന് പോലീസ് പറഞ്ഞ അതിന്റെ പേരിൽ അറസ്റ്റ് ഉണ്ടായാം. പിന്നെ കണിമംഗലത്തുള്ളവർക്ക് അഭിമാനത്തോടെ പുറത്തിറങ്ങാൻ പറ്റുമേ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ കൽപ്പന? എല്ലാരും കൂടി ഇനി പറഞ്ഞ് ഞാനും രാധിക്കാൻ കൂടി നിർബന്ധിച്ച് വിഷം കഴിപ്പിച്ചു എന്ന് കൂടി പറയണം. പ്രത്യേകിച്ച് ആരും നിങ്ങളെ കുറ്റം പറഞ്ഞില്ലെങ്കിലും ചെറിയമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ തന്നെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കും. ചെറിയമ്മയെ പുറത്തിറക്കിയതിനും എന്നെ മാനം കെടുത്തിയതിനും അമ്മായിയമ്മയും മോളും അനുഭവിക്കും. ഉർവശിയുടെ കാര്യം അറിഞ്ഞിട്ട് വിളിക്കുന്നതാണോ? അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനായിട്ട് പറയുന്നില്ല. ആ ഹലോ മോനെ. ഇത് എവിടെയായിരുന്നു മുത്തശ്ശി? എത്ര നേരമായിട്ട് ബെല്ലടിക്കുന്നു? ഞാൻ ഫോണും കയ്യിൽ പിടിച്ച് നടക്കുകയാണോടാ. അതിവിടെ മുറിയിലിരിക്കുകയായിരുന്നു. അല്ല, എന്താ പരിപാടി? കണിമംഗലത്തെ വാർത്തകൾ അറിയാതെ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ? ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നിങ്ങൾ പോയ സ്ഥലത്തെ വിശേഷങ്ങൾ പറ. ഈ വന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതാ. അപ്പൊ നല്ല കാര്യം ആദ്യമായിട്ട് വന്ന ആളോട് ചോദിക്കുന്നതാ. ഒറ്റ കുറവേ ഉള്ളൂ, മുത്തശ്ശിയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ എന്നെ വിളിക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാല് എനിക്ക് വിഷമമായാലോ എന്ന് തോന്നിയിട്ടാവും അല്ലേടാ? അങ്ങനൊന്നും അല്ല മുത്തശ്ശി, ഞാനേ കാര്യമായിട്ട് പറഞ്ഞതാ. എനിക്ക് മാത്രമല്ല, ഞങ്ങക്ക് രണ്ടുപേർക്കും മിസ് ചെയ്യുന്നുണ്ട്. അതിപ്പോ നിങ്ങളില്ലാത്തതിന്റെ ഒരു കുറവ് എനിക്കും തോന്നാറുണ്ട്. എന്ന് കരുതി ഒരു യാത്ര മുടക്കാൻ പറ്റുമോ? കാണേണ്ട കാഴ്ചകൾ കാണേണ്ട പ്രായത്തിൽ കണ്ടു തീർക്കുക തന്നെ വേണം. അല്ലാതെ കുറെ കാലം കഴിഞ്ഞ് രാമനാമം ജപിക്കേണ്ട പ്രായത്തില് ടൂറിനിറങ്ങിയിട്ട് കാര്യമുണ്ടടാ. ഇതാ ഞാൻ പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ ഇവിടെ ഒരാൾക്ക് കൊടുക്കാം. ഹലോ മുത്തശ്ശി. എങ്ങനെയുണ്ട് മോളെ ആദ്യത്തെ യാത്ര? ഞാനെന്താ പറയാ, ഞാനിങ്ങനൊരു അത്ഭുത ലോകത്ത് പെട്ടതുപോലെയാ. കണ്ണെങ്ങോട്ടാ മനസ്സെങ്ങോട്ടാന്ന് അറിയാതെ നിൽക്കുക. നല്ല രസമുണ്ട് മുത്തശ്ശി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. പിന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്ക് എല്ലാം മുൻപരിചയം ഉണ്ടല്ലോ. അതെ, കെട്ടിയോമാരും കുട്ടിക്കൊരങ്ങന്മാരും ഒരുപോലെയാ. അപ്പൊ പിന്നെ എന്താ വേണ്ടേ? ആവുന്ന സമയത്ത് ആകാവുന്ന അത്രയും കാഴ്ചകള്, പോകാവുന്ന അത്രയും നാടുകള് കറങ്ങി കാണണം. മുത്തശ്ശി മുത്തശ്ശനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചിട്ടുണ്ടോ? ആ, ഞങ്ങളുടെ കഥ പറയാനാണെങ്കിൽ കൊറേ ഉണ്ട്. അതിപ്പോ ഫോണിൽ പറഞ്ഞാലൊന്നും തീരില്ല. സൗകര്യം പോലെ നീ എന്റെ അടുത്ത് വന്നിരിക്കുമ്പോ ഞാൻ പറഞ്ഞുതരാം. ആ മോനെ വരണേ. മുത്തശ്ശി, ഞാൻ സ്പീക്കറിലിടാം. പറഞ്ഞോ. എന്താ മുത്തശ്ശി? വേറൊന്നുമല്ല, പ്രിയങ്കയുടെ കാര്യം പറയാനാ. അവളെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? അതോ ആരെങ്കിലും ദ്രോഹിച്ചോ? ഞങ്ങള് രണ്ടുപേരും കൂടെ പോകുന്നത് സഹിച്ചിട്ടുണ്ടാവില്ല. നീ അറക്കുന്നതിന് മുമ്പ് പിടയ്ക്കാതെടാ. പ്രിയങ്ക ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും പ്രിയങ്ക ഇവിടെ ഉണ്ടാവില്ല. അതെങ്ങനെയാ മുത്തശ്ശി? ആർക്കും ഒരു ദോഷം വരുത്താതെ ആ കാര്യം ഞാൻ പരിഹരിച്ചോളാം മോളെ. നിങ്ങളുടെ ജീവിതത്തിന് ശല്യമായിട്ട് എന്ത് വന്നാലും മുത്തശ്ശിക്ക് അത് സഹിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ നിങ്ങൾ ഫോൺ വെച്ചോ. ശരി മുത്തശ്ശി.
മുത്തശ്ശി എങ്ങനെ പ്രിയങ്ക ഒഴിവാക്കാൻ പോകുന്നത്? എന്തായാലും ഏട്ടത്തെയും ചെറിയമ്മയൊക്കെ പ്ലാൻ ചെയ്യുന്ന പോലെ ഒരു വൃത്തിയായിട്ട രീതിയിലാവില്ല. കണിമംഗലത്ത് ജയഭാരതി അമ്മ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. പിന്നെ പറഞ്ഞാൽ വിശ്വസിക്കുക എന്നത് വേറൊരു ഗുണം. ആ എന്തായാലും പോട്ടെ, അവള് കുറച്ച് മനസ്സമാനം കിട്ടുമല്ലോ. അവളുടെ കാര്യം ആലോചിക്കുമ്പോ സങ്കടമുണ്ട്. വേണ്ട വേണ്ട വേണ്ട. ഈ യാത്രയിൽ എടുക്കാത്ത ഒരു സംഗതി അവളുടെ സങ്കടമാണ്. അതിരിക്കേണ്ട രീതിയിൽ അവിടെ ഇരുന്നോട്ടെ. നമുക്കേ നിങ്ങൾ നോക്ക്, സ്വിമ്മിംഗ് പൂളിൽ പോയാലോ? സ്വിമ്മിംഗ് പൂളിൽ എന്തിനാ പോണേ? കുളിക്കാൻ. അയ്യോ ഞാനൊന്നുമില്ല. അതെന്താ? അതിനകത്തൊക്കെ ഇടുന്ന പെണ്ണുങ്ങളുടെ ഡ്രസ്സ് കണ്ടിട്ടില്ലേ? എന്നെ കൊണ്ടുപോയ. അതെ, ഇട്ടാ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പൊയ്ക്കോ അവിടുന്ന്. ഇട്ടാ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓ, എനിക്ക് ടിവിയിലൊക്കെ മറ്റുള്ളവരിടുന്ന കാണുമ്പോ തന്നെ എന്തോ പോലെയാ. എന്നിട്ടല്ല ഞാനിടുന്നത്. അതെ, അതൊന്നും ഇടാൻ ഞാൻ നിർബന്ധിക്കില്ല. തന്റെ കയ്യിലുള്ള ഏതെങ്കിലും സാധാരണ ഒരു ഡ്രസ് എടുത്തിട്ടാ മതി. നമുക്ക് അങ്ങനെ തന്നെ ഇറങ്ങാന്നേ. അങ്ങനെ ഇറങ്ങാൻ പറ്റോ? പിന്നെ ഇനി അതിനെന്തെങ്കിലും സ്പെഷ്യൽ പെർമിഷൻ വേണമെങ്കിൽ അത് ഞാൻ വാങ്ങിച്ചോളാം. ആ പിന്നെ ഇനി എന്താ നോക്കാനുള്ളത്? നമുക്ക് പോവാന്നേ. വാ. ആഹാ, സൂപ്പർ വെള്ളം. ആ ദേ നോക്ക്, ഇനി ഒരു 1.5 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഇതിന്ന് കയറുന്ന പ്രശ്നമേ ഇല്ല. 1.5 മണിക്കൂറോ? പിന്നെ അല്ലാതെ വെള്ളത്തിൽ കിടന്ന് രസം പിടിച്ചാലേ പിന്നെ അവിടെ അങ്ങനെ അങ്ങ് കിടക്കും. അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ?